CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. മുനമ്പം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. KM ഷാജഹാൻ അടക്കമുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചതിൽ അഭിമാനമുണ്ടെന്ന് KJ ഷൈൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഈ സംസ്കാരം നിലനിൽക്കണമെങ്കിലേ അതിന് മുകളിലെ ആശയ ചിന്താഗതി നിലനിൽക്കുമെന്നും KJ ഷൈൻ പരിഹസിച്ചു. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് സംസ്കാരം പണ്ഡിറ്റ് നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ചില സാംസ്കാരിക മൂല്യങ്ങളുണ്ട്. എല്ലാം അടച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആ മൂല്യം ഇവിടെ വന്നാൽ മാത്രമേ അതിനു മേലെ ഉയർന്ന ചിന്താഗതിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സിജോ വർഗീസ് ചേർന്നു. സിജോ, വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. എന്തൊക്കെയാണ് അന്വേഷണം? എങ്ങനെയാണ്, എന്താണ് പോലീസിന്റെ നീക്കം? ധന്യ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. KJ ഷൈൻ്റെ പരാതിയിൽ പെട്ടെന്ന് തന്നെ പോലീസ് കേസെടുത്തു, തുടർ നടപടികൾ സ്വീകരിച്ചു. അതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാണ് KJ ഷൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൈബർ ആക്രമണ കേസിൽ തുടർ നടപടി എടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് അതിവേഗം കടന്നു. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു, പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. അതിൽ അഭിമാനമുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പ്രതി ചേർത്താണ് കേസ്. അതായത് യൂട്യൂബർക്കെതിരെയും ഒപ്പം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനെതിരെയുമാണ് ഇതിൽ കേസ് എടുത്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ നിലവിൽ സ്ഥലത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് ഗോപാലകൃഷ്ണനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഷാജഹാനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. മറ്റ് 100-ലേറെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അക്കൗണ്ടുകളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. പ്രതിസ്ഥാനത്തുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് വൈകാതെ തന്നെ കടക്കും. അല്പസമയത്തിനകം തന്നെ KN ഉണ്ണികൃഷ്ണൻ MLA മുനമ്പം DYSP ഓഫീസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്കാരം എന്ന് പറയുന്നത് ഒന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് മാന്യമായ രീതിയിൽ തന്നെ അത് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം. കോൺഗ്രസ് സംസ്കാരം നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ഉയർന്ന ചിന്താഗതിയുള്ളവർക്ക് പ്രവർത്തിക്കാനാകൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരാമർശിച്ചായിരുന്നു KJ ഷൈൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിലെ സംസാരം. ശരി.